മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കിരണും കല്യാണിയും കൂടി ഇവനെ നമ്മുടെ ഗംഗാപ്രസാദിനെ കാണുവാണല്ലോ. അപ്പോൾ ഗംഗാപ്രസാദിനോട് ഇവർ ഏതാ പെൺകുട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം അത് തരുണിമയാണ് എന്ന് പറയുവാണേ. അപ്പോൾ കിരൺ ചോദിക്കുകയാണ് അത് സ്റ്റെഫി അല്ലേടാ ഈ പറഞ്ഞ ആളെന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് സ്റ്റക്കാവുന്നതോടെയാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. അപ്പോൾ ഇവൻ പറയുവാണ് അയ്യോ അതാരാ അതെനിക്കറിയില്ലല്ലോ എന്ന് പറയുവാണേ. അപ്പോൾ കിരണിന് ഉറപ്പായി കേട്ടോ ശരിക്കും സ്റ്റെഫി ഇവൻ പറയുന്ന പെൺകുട്ടിയെല്ലാം ഒരേ ആളാണെന്ന്. അപ്പം ഇവൻ പറയും എനിക്കറിയില്ല, അറിയാത്ത ഒരാളെ പറ്റി ഞാൻ എങ്ങനെ പറയാമെന്നൊക്കെ വളരെ സാധുവിനെ പോലെ കേട്ടോ ഗംഗപ്രസാദ് പറയാം. അപ്പോൾ കിരൺ പറയടാ ഇവിടെ കിട്ടിയിട്ട് നിന്നെ എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാം, പിന്നെ ഞങ്ങളത് ചെയ്യാത്തത് നിന്നെപ്പോലെ അല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയാം. അപ്പോൾ കല്യാണി പറയാം നീ ജയിലിൽ ചാടാൻ പോയതൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു. അപ്പോൾ ഗംഗപ്രസാദ് പറയാം എനിക്ക് ആരോടും ഒരു എന്തും ഇല്ല, എനിക്ക് ആരോടും സംസാരിക്കാൻ പോലും വയ്യാന്ന് പറയുമ്പോൾ കിരൺ പറയാം എനിക്കറിയാം നീ കാർത്തിയെ ടാർഗറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ പറയാം ഞാൻ ജയിലിൽ ചാടിയാൽ പോലും ഞാനിവിടെ നിൽക്കില്ല. കാരണം ഗംഗ പറയാം നേരെ ഞാൻ ചെന്നൈക്ക് പോകും, അവിടെ എൻ്റെ കൂട്ടരോടൊപ്പം നിൽക്കുമെന്ന് പറയുമ്പോൾ കിരൺ പറയാം അത് നീ വെറുതെ പറയുന്നതാണ്, നീ കാർത്തിയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, നീ ഒരിക്കലും കാർത്തിയെ വിട്ടിട്ട് പോവില്ല എന്ന് പറയുവാണേ. അപ്പോൾ കല്യാണി പറയാ നീ നല്ല രീതിയിലൊക്കെ ജീവിക്കുവാണെങ്കിൽ കാർത്തികേച്ചി നിനക്ക് എന്തെങ്കിലും തരും. അപ്പോൾ കിരൺ പറയാ നീ പറയുന്ന പോലെ ഗംഗെ നീ പറയുന്ന പോലെ ഒന്നും കാർത്തിക തരാനൊന്നും പോകുന്നില്ല, പക്ഷെ നിൻ്റെ അച്ഛൻ പോലും നിന്നെ തള്ളിക്കളഞ്ഞതാണ്. പിന്നെ നീ നല്ല രീതിയിൽ ഇത് എന്തെങ്കിലും കിട്ടും, ഇല്ലേ കാലണ നിനക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പുറത്തോട്ട് ഇറങ്ങും കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് കിരൺ അവിടെ ഇരുന്ന പോലീസുകാരനോട് പറഞ്ഞ സാറേ ശ്രദ്ധിച്ചാണ് ഇവൻ സൂത്രശാലിയാണ്, അവശത നടിച്ചിട്ട് ഇവൻ പുറത്ത് ചാടും, അതുകൊണ്ട് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരനും പറയാം ശരി സാർ എനിക്ക് അറിയാം ഇവൻ സൂത്രശാലിയാണെന്ന്, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുവാണേ. അടുത്തതായിട്ട് കാണിക്കുന്നത് കിരണിൻ്റെ ഓഫീസാണ് കേട്ടോ. അപ്പോൾ ഓഫീസിലെ കല്യാണിയും കിരണും കൂടി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ്. എന്നിട്ട് കിരൺ പറയുവാണ് നമുക്ക് മനോഹർ കത്തയച്ചില്ലായിരുന്നോ, അവൻ ശരിക്കും ജെനുവനായിട്ടായിരിക്കും കത്തയച്ചിരിക്കുന്നത്, ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. കാരണം ശാരി ആൻറ്റി ജയിലിൽ പോയപ്പോൾ ബഹാസുരൻ പറഞ്ഞായിരുന്നല്ലോ അവന് നല്ല മാറ്റമുണ്ട് കുഞ്ഞിനെ പറ്റി, നമ്മൾ പറഞ്ഞില്ല അത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല, അവൻ്റെ അടുത്ത അടവായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചതെന്നൊക്കെ പറയുമ്പോൾ കല്യാണി പറയുക നമുക്ക് മറ്റേ കത്ത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടും ഒരു കത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളൊരു കത്തെടുത്ത് കാണിക്കുവാണേ ചെയ്യുന്നത് കിരണിനെ. അപ്പോൾ കിരൺ കത്ത് പൊട്ടിച്ച് വായിക്കുകയാണ് കേട്ടോ. അപ്പോൾ കിരൺ സാറിനും കല്യാണിക്കും മനോഹർ എഴുതുന്ന കത്തെന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഞാൻ നേരത്തെ ഒരു കത്ത് അയച്ചിരുന്നു, അത് കിട്ടിയോ കണ്ടോ എന്നൊന്നും അറിയത്തില്ല, ഞാനതുകൊണ്ടാണ് വീണ്ടും ഒരു കത്ത് കമ്മിലേക്ക് അയക്കുന്നത്, എനിക്ക് കൺമണി മോളെ കണ്ടാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്, ഇപ്പോൾ ഇരുമ്പഴിക്ക് അപ്പുറം ഇപ്പുറം നിന്ന് കാണുന്നത് കൊണ്ട് ആർക്കും ഒരു ദോഷം വരില്ല എന്ന് എഴുതിയിരിക്കുക കേട്ടോ കത്തിൽ. കിരൺ കത്ത് മൊത്തം വായിച്ചതിന് ശേഷം കല്യാണി ചോദിക്കുക എന്താ കത്ത് വായിച്ചിട്ട് എന്താ തോന്നുന്നതെന്ന് പറയുമ്പോൾ കിരൺ പറയും നീ പറഞ്ഞതുപോലെ തന്നെ അവന് കുഞ്ഞിനെ കാണാൻ നല്ല അമിതമായ ആഗ്രഹമുണ്ട്, അത് സത്യമാണെന്ന് അവർക്കത് ഫീൽ ചെയ്യുവാണേ. അപ്പോൾ കല്യാണി പറയുക നമുക്ക് മോളെയും കൊണ്ടൊന്ന് ജയിലിലേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയുക സരയു അറിഞ്ഞാലും പ്രശ്നമാണ്, ആൻറ്റി അറിഞ്ഞാലും പ്രശ്നമാണെന്ന് പറയുമ്പോൾ കല്യാണി പറയുക നമുക്കിപ്പോൾ മോളെയും കൊണ്ട് പുറത്തൊന്നും പോകുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ, അവർ നമ്മുടെ തന്നു വിടുമല്ലോ, അപ്പോൾ അങ്ങനെ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പോയാലോ എന്ന് പറയുവാണേ. നമ്മൾ മോളെ ആയിട്ടൊന്ന് പുറത്ത് ചുറ്റി അടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മോളെയും കൊണ്ട് ജയിലിലേക്ക് പോയാലോ. അപ്പോൾ കിരൺ പറയാം അങ്ങനെയുണ്ട് നമുക്ക് ഇന്ന് തന്നെ പോകണമെന്ന് പറയുവാണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരി കുഞ്ഞിനെ വെച്ചിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ശാരി പറയുകയാണ് ബാബേ ഈ കളിപ്പാട്ടമൊക്കെ ആരാടാ വാങ്ങിച്ചിട്ടുണ്ടോയെന്നൊന്നും അറിയാവോ, കുഞ്ഞിൻ്റെ അമ്മയാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ അമ്മ ഇനിയും കുറേ കളിപ്പാട്ടമൊക്കെ ആയിട്ട് വരും, പക്ഷേ നീ അമ്മയുടെ കൂടെ പൊക്കളരുത് കേട്ടോ, അങ്ങനെ പോയാൽ മുത്തശ്ശിക്ക് ആരും ഇല്ലാണ്ടാവും. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കവളത്തൊക്കെ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് നെറ്റിക്കൊക്കെ ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുവാണ് കേട്ടോ. കാറിൽ നിന്ന് കല്യാണിയും കിരണും ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ദേ ഇതാരാ വന്നേ നോക്കിയെന്നും പറഞ്ഞിട്ട് ശാരി കുഞ്ഞിനെയായിട്ട് എഴുന്നേക്കും കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് ഫ്രണ്ടിലോട്ട് അകത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ശാരിയോട് കല്യാണി ചോദിക്കുക അമ്മൂമ്മയും കൊച്ചുമോളും കൂടി എന്ത് പറയുമായിരുന്നു. അപ്പോൾ പറയും ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കല്യാണി ചക്രയെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ശാരി പറയാം മോള് എങ്കിലും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം മരവിച്ച് പോയേനായിരുന്നു എന്ന് പറയുവാണേ. അപ്പോൾ കല്യാണി കിരണും കൂടി കുഞ്ഞിനെ പുറത്ത് കൊണ്ടുപോകുന്ന കാര്യം പറയുവാണ് കേട്ടോ. അപ്പോൾ ശാരി പറയാം എന്നാൽ ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ അത് വേണ്ട ആൻറ്റി വരണ്ട, ഞങ്ങൾ കുഞ്ഞിനെയായിട്ടൊന്ന് പുറത്തൊക്കെ ഇറങ്ങി കല്ലുമോനെയും കാണിച്ചിട്ട് ഇങ്ങ് വന്നോളാം, കുറച്ച് സാധനങ്ങളൊക്കെ കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങാനാണെന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ശരി പോയിട്ട് വരൂ, എനിക്ക് കല്ലുമോനെ ഇവിടെ കൊണ്ട് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറഞ്ഞൊരു 4-5 ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്താം, ഞങ്ങൾ കുറച്ച് തിരക്കായിപ്പോയത് കൊണ്ടാണെന്ന്, ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുഞ്ഞിനെ കൊണ്ടങ്ങ് പോവുകയാണേ.
പിന്നെ കാണിക്കുന്നത് ജയിലിലാണ് കേട്ടോ. അപ്പോൾ വിക്രം മനോഹറും കൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയണ ചേട്ടാ അങ്ങോട്ട് വല്ലയിടത്തൊക്കെ മാറി നിന്നോണം കേട്ടോ, പിന്നെ രാഹുൽ അങ്കിൾ എപ്പോഴാണ് ഉപദ്രവിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ വിക്രത്തിനോട് നമ്മുടെ മനോഹർ പറയും എനിക്ക് അതിലൊന്നും പേടിയില്ലടാ, ഉപദ്രവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തേക്ക് നമ്മുടെ വാർഡൻ വന്നിട്ട് പറയാം എടാ മനോഹറെ നിനക്കൊരു വിസിറ്റർ ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ മനോഹർ അങ്ങ് ഞെട്ടുവാണേ. എന്നെ കാണാനോ മനോഹർ ഞെട്ടി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ രാഹുൽ പറയും അവനെ കാണാൻ ആരും വരാനില്ല, അവന് ബന്ധുക്കളെന്നും പറഞ്ഞാൽ ആരുമില്ല, പിന്നെ നീ കെട്ടി ഏതെങ്കിലും പെണ്ണുങ്ങളായിരിക്കൂടാ നിന്നെ ശവിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും, നീ ചെല്ലടാ. അപ്പോൾ വാർഡൻ പറയാം എടാ ഇവ നിൽക്കുന്ന ഏരിയയിലേക്ക് പോലും നീ നോക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, രാഹുലിനോട് മനോഹറിൻ്റെ ഏരിയയിലോട്ട് നോക്കരുതെന്ന് പറയുവാണേ. എന്നിട്ട് പറയുകയാണ് നീയൊക്കെ ഒരു രക്ഷയില്ല, നിന്നെയൊക്കെ ഇവിടുന്ന് മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറയുന്നത് സാറേ മാറ്റുവാടെ എന്നെയും കൂടി ഇവൻ്റെ ഞാൻ മാറുമ്പോൾ ഇവനെയും കൂടെ തന്നു വിടരുന്നത്, എന്നാൽ ഇങ്ങോട്ട് പാടാ ഇപ്പം തന്നെ നിങ്ങൾ തമ്മിൽ തല്ലി തീർക്കടാന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനോട് ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് മനോഹറിനെ അങ്ങോട്ട് വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വിക്രം പറയാണ് എൻ്റെ അങ്കിൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്കിളിൻ്റെ ശിക്ഷ കാലാവധി കൂടുമെന്ന് പറയുമ്പോൾ എനിക്ക് കാലാവധി കൂടുതൽ സാരമില്ല, അവരെ കൊന്നാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് രാഹുൽ പറയുവാണേ. മനോഹർ വരുമ്പോൾ കല്യാണി കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മനോഹറിന് വലിയ സന്തോഷമാകും. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കല്യാണി പറയുകയാണ് സരയോ അറിയാതെ ഞങ്ങളിങ്ങനെ കൊണ്ടുവന്ന്, അവൾ അറിഞ്ഞ് സമ്മതിക്കത്തില്ല, അവൾക്ക് സഹിക്കാൻ പറ്റില്ല, നീ അച്ഛനാണെന്ന് അറിയാതെ ആ കുഞ്ഞ് വളരണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുക. അങ്ങനെയൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ മനോഹർ പറയണ കിരൺ സാറെ സൂക്ഷിക്കണം, നമ്മുടെ ഗംഗാപ്രസാദ് പുറത്തു വന്നിട്ടുണ്ടല്ലോ, അവൻ ഉറപ്പായിട്ടും അവിടുന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇല്ലടാ പേടിക്കണ്ട, അവിടെ പോലീസ് കാവലൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുക എന്ന് കിരണും പറയുകയാണ്. എന്നിട്ട് കല്യാണി പറയുകയാണ് അതെ കാണണമെങ്കിൽ കുഞ്ഞിനെ നല്ലപോലെ കണ്ടോട്ടോ, ഇനി എപ്പോഴും കൊണ്ടുവരാനൊന്നും പറ്റില്ല, ഇതുപോലെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഒട്ടും കുഞ്ഞിനെ കാണിക്കാൻ സാധിക്കില്ല എന്നൊക്കെ കല്യാണി പറയുവാണേ. കൂടുതലായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇവരുടെ ടോക്കാണ് കേട്ടോ, അവർ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മനോഹർ തിരിച്ച് സംസാരത്തിന് ശേഷം തിരിച്ച് പിന്നെ അകത്തേക്ക് വരുമ്പോൾ വിക്രം ചോദിക്കുക ആരാ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാം അത് നിൻ്റെ പെങ്ങളും അളിയനോ വന്നതെന്ന് പറയാം കുഞ്ഞിനെയും കൊണ്ട്. അപ്പോൾ കത്തെഴുതിയ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് ശരിക്കും വിക്രത്തിന് രാഹുലിന് അത്ര സൂഹിക്കുന്നില്ല. രാഹുൽ ഇവനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ ലോകത്തിലെ ഏറ്റവും വലുത് എനിക്ക് കൺമണി മോളാന്നൊക്കെ പറയുമ്പോൾ ഉപദ്രവിക്കാൻ വന്ന പോലീസ് വാർഡനുണ്ടായിരുന്നുകൊണ്ട് എടാ പോടാന്ന് പറഞ്ഞ് ഓടിച്ചു വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിക്രത്തിനും കൂടി ഇവനെ സംശയമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മനോഹറാണോ ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കിരൺ കല്യാണിക്ക് ചോർത്തി കൊടുക്കുന്നുണ്ടോ എന്ന് പോലും വിക്രത്തിന് സംശയമുണ്ടാകും. അതും രാഹുൽ എന്തായാലും എരികേറ്റി കൊടുക്കും. അപ്പം ഇനി എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ട് എന്തൊക്കെയാണോ ഇനി സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗംഗപ്രസാദ് ജയിലിൽ ചാടിയിട്ടില്ല. എന്തായാലും അവൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ കാർത്തികയുടെ നിശ്ചയം എടുത്തല്ലോ, അപ്പോൾ ഉറപ്പായിട്ടും ജയിലല്ല ഹോസ്പിറ്റലിൽ നിന്ന് ചാടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ.